ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വെർഗോന് വേണ്ടിയിട്ട് മന്ത്ലി ഡിസംബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല, ബാധിക്കില്ല. അപ്പോൾ റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ ആൻഡ് കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നുവെച്ചാൽ ഇങ്ങനത്തെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, യൂട്യൂബിൻ്റെ പോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കുറേ ആൾക്കാർ കണക്റ്റഡ് ആവും നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ. അപ്പോൾ കുറേ മെസ്സേജസ് പുറത്തു വരും. അതിൽ നിങ്ങളുടെയും ഒരു മെസ്സേജ് ആവണം എന്നാണ് ഞാൻ വിഷ് ചെയ്യണത്. അപ്പോൾ എനർജി ടാപ്പിംഗ് അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇമ്പോർട്ടൻ്റ് ആണ്. എനർജി ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മെസ്സേജസ് കൂടുതൽ കിട്ടും, നിങ്ങൾക്ക് കൂടുതൽ മെസ്സേജസ് റെസൊനേറ്റും ആവും. അപ്പോൾ ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിനെ. അതല്ലാണ്ട് നിങ്ങൾക്ക് വേണമെച്ചാൽ ഒരു പേഴ്സണൽ റീഡിങ്ങും ബുക്ക് ചെയ്യാം എൻ്റെ കൂടെ. പേഴ്സണൽ റീഡിങ്സ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് ആൻഡ് നിങ്ങളുടെ എനർജി മാത്രമാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ഒബ്വിയസ്ലി പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം ആൻഡ് അവിടെ എന്താ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസിന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ വെർഗോ, നിങ്ങളുടെ ഡിസംബർ മാസത്തിൻ്റെ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഡിസംബർ മാസത്തിൻ്റെ 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൽ 3 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ കറണ്ട് എനർജി 10 ഓഫ് സ്വോർഡ്സ്. ഡിസംബർ മാസത്തിൻ്റെ എനർജി 10 ഓഫ് സ്വോർഡ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ആണ് ലവേഴ്സ്. നിങ്ങളുടെ അഡ്വൈസ് ആണ് എംപറർ. നിങ്ങൾക്ക് ഹിഡൻ ഫാക്ടർ, സർപ്രൈസ് എലിമെന്റ് ആണ് 5 ഓഫ് വാൻഡ്സ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിൽ റിവീൽ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളുടെ ഓവറോൾ എനർജി ഒരു 7 ഓഫ് പെൻറ്റിക്കിൾസിന്റെ എനർജിയാണ്. ഇതൊരു വെയിറ്റിംഗ് കാർഡാണ്, വെയിറ്റിംഗ് എനർജി. എന്തിനോ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണോ, നിങ്ങൾ എന്തോ എക്സ്പെക്ട് ചെയ്യണ്ടായില്ല, എന്തോ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ ഒരു ആൻസറിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇത് നിങ്ങൾ ഏതോ ഒരു കാര്യത്തിൽ, ഒരു സിറ്റുവേഷനിൽ കുറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇപ്പോൾ നിങ്ങൾ എന്തോ റിവാർഡ്സിന് വെയിറ്റ് ചെയ്യണോ, അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ ചില കേസസിൽ ഇതൊരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. നിങ്ങൾ എവിടെയോ ഫിനാൻഷ്യലി പൈസ ഇട്ടു, ഇപ്പോൾ നിങ്ങൾ അതിൻ്റെ റിട്ടേൺസിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്താണ് ഈ 7 ഓഫ് പെൻറ്റിക്കിൾസ്? പേജ് ഓഫ് സ്വോർഡ്സ് ആൻഡ് 7 ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു കൺഫ്യൂഷൻ ഉള്ള എനർജിയാണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ കുറെ കാര്യങ്ങളുണ്ട്, കുറെ ഐഡിയാസ് ഉണ്ട്, കുറെ പുതിയ പുതിയ ഐഡിയാസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയില്ല എന്താ വേണ്ടെന്ന്. അതുകൊണ്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണത്. എന്ന് വെച്ചാൽ നിങ്ങൾ റീസേർച്ച് ഒക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ഇപ്പോൾ ഇത് റൊമാൻറ്റിക് സിറ്റുവേഷനിലാണ് വെച്ചാൽ നിങ്ങൾ എന്തോ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ പേഴ്സണോട് നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. മേ ബി നിങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയയിൽ അവരുടെ ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടാവും, ഇല്ല വെച്ചാൽ അവരുടെ ലൈഫിൽ എന്താ നടക്കണേ അതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. അപ്പോൾ എന്തോ നിങ്ങൾ ഒരു ഇൻക്വിസിറ്റീവ് എനർജിയിലാണ്. ഓക്കെ, ആൻഡ് അതുകൊണ്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണത്. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല, എന്താ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്തോ പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൺഫർമേഷൻ ഇല്ല. അപ്പോൾ 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. 3 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. അതല്ല വെച്ചാൽ ഒരു ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾ കുറേ ഒരു ബിസി എനർജിയിലാവാം, വേറെ ആൾക്കാരുടെ കൂടി ഒരു പ്രോജക്റ്റിൽ ജോലി ചെയ്യണ എനർജി ആവാം. എന്താണ് ഈ 3 ഓഫ് പെൻറ്റിക്കിൾസ്? 3 ഓഫ് കപ്സ് ഉണ്ട്,
ആൻഡ് ടു ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു റിലേഷൻഷിപ്പ് ആണ്, ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ആരോ ഈ റിലേഷൻഷിപ്പിൽ ജഗൽ ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടാൾക്കാരെ, ഓക്കെ, ഒരുമിച്ച് പറഞ്ഞ രണ്ടാൾക്കാരെ ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരുമിച്ച്, ഇല്ലാച്ചാ വേറെ റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ സൈഡിലും ആവാം, നിങ്ങളും മേ ബി 2-3 ആൾക്കാരെ ഒരുമിച്ച് ഡേറ്റ് ചെയ്യണു, ഓറൽസ് നിങ്ങൾ കമ്മിറ്റ് ചെയ്യാണ്ട് ഡേറ്റ് ചെയ്യണു, അങ്ങനത്തെ ഒരു എനർജി ആവാം. ഇത് നിങ്ങളല്ലാച്ച നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഈ മാസം ഒരു ബിട്രേഡ് ആയി ഫീൽ ചെയ്യണത്. എന്നുവെച്ചാൽ ഈ കാര്യം നിങ്ങൾക്ക് അറിയണ്ടായില്ല മുമ്പേ, ഈ പേഴ്സൺ ഇങ്ങനെ ചെയ്യണ്ടെന്ന് അറിയണ്ടായില്ല. മേ ബി അറിയണ്ടായിരുന്നു വെച്ചാലും മേ ബി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അല്ല ചൂസ് ചെയ്യണം, വേറെ ആരോ ആണ് ചൂസ് ചെയ്യണേ. ആൻഡ് നിങ്ങളെ ലെറ്റ് ഗോ ചെയ്യണം, നിങ്ങളുടെ കൂടെ ഒരു റിലേഷൻഷിപ്പ് അവർ എൻഡ് ചെയ്യണം. അതുകൊണ്ടാണ് നിങ്ങളൊരു ബിട്രിയൽ ആയിട്ട് ഫീൽ ചെയ്യണത്. എന്നുവെച്ചാൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ടായില്ല ഇത്. 10 ഓഫ് സോർഡ്സ് എന്താണ് ഇവിടെ? നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആൻഡ് കിങ് ഓഫ് കപ്സ്. അപ്പൊ നിങ്ങൾ കുറെ എഫേർട്ട് ഇട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ, അത് കഴിഞ്ഞിട്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെ നിങ്ങളെ ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ഇതൊരു സ്കോർപ്പിയോ എനർജി ഇവിടെ കാണാണ്ട്, ഇല്ലാച്ചൊരു പൈസീസ് ക്യാൻസർ പേഴ്സണും ആവാം. അപ്പൊ നിങ്ങൾ കുറെ ഡിസപ്പോയിന്റഡ് ആണ്. നിങ്ങളിപ്പോൾ സിംഗിൾ ആവാനാണ് നിങ്ങളുടെ എനർജി, സിംഗിൾ പേഴ്സന്റെ എനർജിയിലാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. ഫ്യൂച്ചറിൽ ഇപ്പൊ ഞാൻ കാണുന്നത് ഒരു ടോറസ് എനർജി, ഓക്കെ, ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഓരൽസ് ഇത് നിങ്ങളുടെ എനർജി ആവാം. നിങ്ങൾ ജോലിയിൽ ഞാൻ പറഞ്ഞ മാതിരി കുറെ സക്സസ്ഫുൾ എനർജിയാണ് കിങ് ഓഫ് പെന്റിക്കിൾസ്. അപ്പൊ നിങ്ങൾക്ക് കുറെ ജോലിയിൽ കുറെ സക്സസ് കിട്ടുന്നുണ്ട്. അതല്ലാച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പാസ്റ്റിന് ഒരു പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്, ഓക്കെ. അപ്പൊ നിങ്ങളൊരു പുതിയ പേഴ്സണും മീറ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് അതല്ലാണ്ട് ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചും വരുന്നുണ്ട്. ആൻഡ് ഇത് സെയിം പേഴ്സൺ ആണ്, നിങ്ങളെ ബിട്രേ ചെയ്ത പേഴ്സൺ തന്നെ തിരിച്ചു വരാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മളിപ്പോ മെർക്യൂറി റെട്രോഗേഡ് ഫേസിലാണ്. മെർക്യൂറി റെട്രോഗേഡ് എന്ന് പറഞ്ഞ പ്ലാനറ്റ് മെർക്യൂറി അതിന്റെ ആക്സിന് സ്ട്രേറ്റ് ഫോർവേഡ് അല്ല മൂവ് ചെയ്യണത്, പിമ്പാത്തായിട്ടാണ് മൂവ് ചെയ്യണത്, റിവേഴ്സ് ഡിറക്ഷനിലേക്കാണ് മൂവ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഈ പാസ്റ്റ് ആൾക്കാർ തിരിച്ചു വരണ സമയം യൂഷ്വലി ഈ മെർക്യൂറി റെട്രോഗേഡ് ആണ്. ആ സമയത്ത് കുറെ ഈ കേസസ് ഞാൻ കേൾക്കാറുണ്ട്, ഈ എക്സസ് തിരിച്ചു വരിക, പാസ്റ്റ് ആൾക്കാർ തിരിച്ചു വരിക, അതൊക്കെ മിക്കവാറും ആവണത് ഈ മെർക്യൂറി റെട്രോഗേഡ് ഫേസിലാണ്. അപ്പോൾ ഈ ഫേസ് 25th നവംബർ തൊട്ടിട്ട് December 15th വരെയാണ്. പക്ഷേ അതിന്റെ എഫക്ട്സിന് ചിലപ്പോൾ നിങ്ങൾക്ക് എൻഡ് ഓഫ് ദ ഇയർ വരെ ഉണ്ടാവും. അപ്പോൾ ആ ഫേസിൽ ആയിരിക്കും ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫ് തിരിച്ചു വരണത്. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു പുതിയ പേഴ്സൺ ഉണ്ട്. പുതിയ പേഴ്സൺ ഇല്ലാച്ചാൽ നിങ്ങൾ ആക്ച്വലി മൂവ് ഓൺ ചെയ്തിട്ട് നിങ്ങളുടെ ഫോക്കസ് ഇപ്പോൾ കൂടുതൽ നിങ്ങളുടെ കരിയറിലാണ്. അപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഡിസംബർ മാസത്തിലെ ലവേഴ്സ് ആണ്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിരുന്നു. പക്ഷെ ഈ കണക്ഷനിൽ എന്തോ പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ട് ഈ പേഴ്സൺ വേറെ ആൾക്കാരുടെ കൂടെ ഇൻവോൾവ് ആയിരുന്നു. ആൻഡ് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഈ റിലേഷൻഷിപ്പ് ഇത്ര പ്രോബ്ലംസ് ഞാൻ കാണുന്നത്. അതാണ് നിങ്ങളുടെ ചാലഞ്ചിങ് ഫാക്ടർ. നിങ്ങളുടെ അഡ്വൈസ് എംപറർ ആണ്. എംപറർ അഡ്വൈസ് എന്താ വെച്ചാൽ യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ ലൈഫിൽ ഡിസിപ്ലിൻ കൊണ്ടുവരാനാണ് പറയണേ. നിങ്ങളുടെ ലൈഫിൽ സ്ട്രക്ചർ, ഡിസിപ്ലിൻ, ഒരു റൂട്ടീൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് പറയണത്. 4 ഓഫ് പെന്റിക്കിൾസ് ഒരു റിസർവ്ഡ് എനർജിയാണ്, ഒരു റിസർവ്ഡ് ആയ പേഴ്സന്റെ എനർജിയാണ്. ഇത് വേറെ അഡ്വൈസ് നിങ്ങൾക്ക് എന്താ വെച്ചാൽ കുറച്ച് പൈസയുടെ കാര്യത്തിൽ സൂക്ഷിക്കുക. ഇവിടെ ഒരു പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവുക, ഓക്കെ. നിങ്ങളുടെ അൺനോൺ ഫാക്ടറിൽ, ഹിഡൻ ഫാക്ടറിൽ 5 ഓഫ് വാൻഡ്സ് ആണ്. ഇത് കോൺഫ്ലിക്റ്റിന്റെ എനർജിയാണ്. ചില ആൾക്കാരുടെ കൂടെ ഫൈറ്റ്, കോമ്പറ്റീഷന്റെ എനർജിയാണ്, ഓക്കെ. 5 ഓഫ് വാൻഡ്സ് ഇവിടെ എന്താണ്? 10 ഓഫ് കപ്സ്. എസ്പെഷ്യലി ലവ് റിലേഷൻഷിപ്സിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായില്ല. അതുകൊണ്ട് നിങ്ങളുടെ പാർട്ട്ണറുടെ അടുക്കെ, നിങ്ങളുടെ പേഴ്സന്റെ അടുക്കെ ഫൈറ്റ്സ് ഉണ്ടാവാൻ വഴിയുണ്ട്. അതാണ് ഹിഡൻ ഫാക്ടറിൽ. അത് മാത്രമല്ല ഇവിടെ പുതിയ ഓപ്പർച്യൂണിറ്റീസും വരുന്നുണ്ട്, ന്യൂ ബിഗിനിങ്സും ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഔട്ട്കം എന്താണ്? നിങ്ങളുടെ ഔട്ട്കം ആണ്
പേജ് ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ ഇതൊരു പുതിയ ബിഗിനിങ്, അഗൈൻ ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ്ങിന്റെ എനർജിയാണ്, ഒരു പുതിയ ജോലിയുടെ എനർജിയാണ്, ഒരു പുതിയ ബിസിനസിന്റെ എനർജിയാണ്. മൂൺ ഇവിടെ ഇമോഷൻസിന്റെ എനർജിയാണ്. ഔട്ട്കം നിങ്ങളുടെ മൂൺ ആൻഡ് ഡെവിൽ ആണ്. ഇമോഷണലി ഈ മാസം കുറച്ചൊരു ഡിഫിക്കൾട്ട് മാസമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ കുറെ ലോ ആയി ഫീൽ ചെയ്യും, ചില സമയത്ത് കുറെ ഹാപ്പി ആയി ഫീൽ ചെയ്യും, പിന്നെ ചില സമയത്ത് എക്സ്ട്രീം ഡിപ്രഷനിലേക്കാണ് പോകാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ മെന്റലി നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ച് സൂക്ഷിക്കുക. ഓക്കെ, എന്നുവെച്ചാൽ അവിടെയാണ് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റ് ആവുന്നത് ആ ഏരിയയിലാണ്. കുറെ എക്സ്ട്രീം ഡിപ്രഷൻ ഇല്ലച്ചാൽ സഡൻ ചേഞ്ച് ഇമോഷൻസിൽ കുറെ ഒരു ഇംബാലൻസ്, ഓക്കെ, അതൊക്കെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ അത് സൂക്ഷിക്കുക. ആൻഡ് നമ്മൾക്ക് ഇപ്പൊ നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജസ് എടുക്കാം. ആൻഡ് ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് കാപ്രിക്കോൺ ഉണ്ട്, പൈസീസ് ക്യാൻസർ ഉണ്ട്, സ്കോർപിയോ ഉണ്ട്, ടോറസും ഇവിടെ കാണാനുണ്ട്. അപ്പൊ എന്താണ് നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജ്? എവല്യൂഷൻ, എംപവർമെന്റ്, ട്രാൻസ്ഫോർമേഷൻസ്, പ്രൊട്ടക്റ്റഡ്, പ്രിപ്പയർഡ്നെസ്. അപ്പോൾ ഇവിടെ ഗ്രീൻ കളർ കുറെ സിഗ്നിഫിക്കൻ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുമാത്രമല്ല ഇവിടെ എംപവർമെന്റ്, ട്രാൻസ്ഫോർമേഷൻ, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് തന്നെയാണ് ഡിസംബർ മാസം. ആൻഡ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് ആൻഡ് പ്രിപ്പയർ ആവുക, എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ വേർഗോ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ജോയിൻ ചെയ്യണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യാൻ. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.